ഇതിൽ ഷഫീദ് നമുക്കറിയാം ഈ വിഷയം ഉയർന്നു വന്നിട്ട് ഇത് ചർച്ചയായിട്ട് കുറേ മാസങ്ങളായി, അല്ലെങ്കിൽ കുറേ ദിവസങ്ങളോ കുറേ നാളുകളോ ഒക്കെ ആയി. ഈ ഘട്ടത്തിൽ ഇത്തരം ഈ എന്താണ് ഈ ചാറ്റുകളൊക്കെ പുറത്തു വരികയും മാധ്യമങ്ങളിലൂടെ അത് വാർത്തയാകുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അനുയായികൾ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്ധമായി പിന്തുണയ്ക്കുന്നവരൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ അധിക്ഷേപം ഈ വാർത്ത നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ രാഹുലിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്ന പൊതുപ്രവർത്തകർക്കെതിരെ, അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം പാർട്ടിയിലുള്ള വനിതാ നേതാക്കൾക്കൊക്കെ എതിരെ വലിയ സമൂഹ മാധ്യമ വിമർശനങ്ങൾ, അധിക്ഷേപങ്ങളാണ് രാഹുൽ അനുഭാവികൾ എന്ന് പറയുന്ന ആ വിഭാഗം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആ ഘട്ടത്തിലൊക്കെ പരാതിക്കാരെവിടെ? ആരാണ് പരാതി? ആരുടെ പരാതിയാണ്? പരാതിക്കാരിക്ക് മുഖമുണ്ടോ? അങ്ങനെയൊക്കെയുള്ള വലിയ ചോദ്യങ്ങളായിരുന്നു ഉയർത്തിക്കൊണ്ടുവരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും പരോക്ഷമായി ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നവർക്ക്, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്ധമായി ന്യായീകരിച്ച ആളുകൾക്ക്, രാഹുലിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ വലിയ യുദ്ധം നടത്തിയ പോരാളികൾക്കൊക്കെ കിട്ടാവുന്ന മറുപടിയാണ് ഇതാ. മുഖ്യമന്ത്രിക്ക് മുന്നിൽ നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ 8 മിനിറ്റ് അതിജീവിത എത്തി അവരുടെ പരാതി രേഖാമൂലം എഴുതി നൽകിയിരിക്കുന്നു. അങ്ങനെ ചോദിച്ചവരോട് ഇവിടെ പരാതിക്കാരിക്ക് മുഖമുണ്ട്, അവർക്ക് പരാതിയുണ്ട്, അവരുടെ പക്കലുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറാൻ അവർ തയ്യാറാണ് എന്ന് സംസ്ഥാന മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള സംസ്ഥാന മുഖ്യമന്ത്രിയെ അവർ അറിയിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ പറയരുത് പരാതിക്കാരി ഇല്ല, അവർക്ക് മുഖമില്ല, ഈ ശബ്ദം രാഹുലിൻ്റെതാണെന്ന് ഉറപ്പുണ്ടോ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത്. ഒരു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് രാഷ്ട്രീയം ഇതിലേക്ക് ഉറപ്പായും കടന്നു വരും. അതിനപ്പുറത്തേക്ക് അവരുടെ ആ ശബ്ദത്തിൽ നമ്മൾ കേട്ടതാണ്, അവരുടെ ചാറ്റിൽ കണ്ടതാണ്, അവരുടെ നിസ്സഹായത, അവർ അനുഭവിച്ച കടുത്ത യാതന, അവർ കടന്നുപോയ സാഹചര്യമൊക്കെ അവരുടെ വാക്കുകളിൽ വിവരിച്ചതാണ്. ആ സമയത്ത് മറുതലയ്ക്കലുള്ള ശബ്ദം അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതല്ല എന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ മറുതലയ്ക്കലുള്ള ശബ്ദം എത്ര മനുഷ്യത്വരഹിതമായാണ് അതിനോട് പെരുമാറിയത്, പ്രതികരിച്ചതെന്ന് കേരളം കേട്ടതാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു പരാതിക്കാരി, ഒരു അതിജീവിത ഇവിടെ എത്തി എനിക്ക് പരാതിയുണ്ടെന്ന് മുഖ്യമന്ത്രിയോട് പറയുന്നത്. അത് ഷഫീദ് കേവലം ഒരു കേസ് മൊഴി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഇത്തരം പോരാട്ടം നടത്തുന്നവർക്ക് നൽകുന്ന ഒരു കരുത്ത്, ഒരു ധൈര്യം അതുകൂടി ആകുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അതല്ലേ ആ പരാതിയും ആ 8 മിനിറ്റ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ആ അതിജീവിത ഇരുന്നതും അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും. കാരണം നമുക്കറിയാം, അതായത് ഈ വിവാദത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പാടെ വീടിനകത്തേക്കായിരുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നു. അദ്ദേഹം പക്ഷെ അപ്പോഴും മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് നിങ്ങളുടെ ശബ്ദരേഖ തന്നെയാണോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അദ്ദേഹം അതിന് വളരെ കാഷ്വലായി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്നാൽ അതിനുശേഷം പിന്നീട് നടത്തിയത് ഒരുപക്ഷെ നമുക്കൊക്കെ ഒരു ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലേക്ക്, ഒരു PR വർക്കാണോ എന്നൊക്കെ തോന്നിക്കുന്ന തരത്തിലേക്കുള്ള ചില നീക്കങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭാവികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല കോൺഗ്രസിനകത്ത് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന വിഷയമായി തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം രൂപപ്പെടുന്നത് നമ്മൾ കണ്ടു. അതിൽ തന്നെ നമുക്കറിയാം VD സതീശ് അക്കാര്യത്തിൽ എടുത്ത നിലപാട്, ചെന്നിത്തല എടുത്ത നിലപാട്, മറുഭാഗത്ത് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന ചില ആളുകൾ ചേർന്നെടുത്ത നിലപാട്, ഒരു പക്ഷേ സംസ്ഥാനത്തിന്റെ ഈ കോൺഗ്രസിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഈ കടന്നാക്രമണം നമ്മൾ കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിക്കുന്നവരെയൊക്കെ അങ്ങ് മാറ്റി നിർത്തി അവരെയൊക്കെ മോശക്കാരാക്കിയിട്ടുള്ള ചില സമീപനങ്ങളൊക്കെ നമ്മൾ കണ്ട കുറച്ച് നാളുകളാണ്. പ്രത്യേകിച്ച് ഈ ചർച്ചകളിൽ ഉൾപ്പെടെ ചില ചർച്ചകൾക്ക് ഇരിക്കുന്ന ചില അതിഥികളടക്കം നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു PR വർക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നടക്കുന്നുവെന്ന് കോൺഗ്രസിനകത്ത് തന്നെ വലിയ തരത്തിൽ സംശയമുണ്ടായിരുന്നു, ചർച്ചയുണ്ടായിരുന്നു. അതടക്കം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് വളരെ പെട്ടെന്ന് ഈ പുതിയ ശബ്ദരേഖകൾ പുറത്തു വരുന്നത്. പക്ഷെ അപ്പോഴും ഈ പെൺകുട്ടി ഒരു പക്ഷേ ഭയപ്പെട്ടിരിക്കാം. കാരണം രാഹുലിന്റെ പക്ഷത്ത് ഇത്രയധികം ആളുകളുണ്ട്, ഇത്രയധികം കോപ്പുകളുണ്ട്. മാത്രമല്ല അവർ നീങ്ങുന്നതടക്കം ഒരുതരം അറ്റാക്കിംഗ് മോഡിലാണ്. അപ്പോൾ ആ പെൺകുട്ടി ഒരുപക്ഷെ ഉറപ്പായും ഭയന്നിരുന്നിരിക്കാം. അതിനുശേഷമാണ് അവർ ഈ പറയുന്ന പരാതിയിലേക്കൊക്കെ ആലോചിച്ചു തുടങ്ങുന്നത്. ആ ഘട്ടത്തിലാണ് ഈ പുതിയ ചില ശബ്ദരേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. അത് കഴിഞ്ഞ 4 ദിവസം കഴിയുന്നു. ഈ 4ാം ദിവസമാണ് ഈ പെൺകുട്ടി ഈ പരാതിയുമായി ധൈര്യപൂർവ്വം മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് എത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കണ്ട ലൈംഗിക ആരോപണ വിവാദം, ആ വിവാദത്തിൽ നേരിട്ടൊരു പരാതി നൽകുന്ന ഒരു പരാതിക്കാരിയായി പെൺകുട്ടി മാറുമ്പോൾ സ്വാഭാവികമായും അത് മറ്റുള്ളവർക്ക് ഒരു ധൈര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ഈ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള
മാനസിക പ്രശ്നങ്ങൾ, ഈ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള ട്രോമാസ് അത് വലുതാണ് എന്നുള്ള കാര്യവും ഏറ്റവും ശ്രദ്ധേയമാണ്. കാരണം ഈ പെൺകുട്ടി ആ ശബ്ദരേഖയിലടക്കം നമ്മൾ പറഞ്ഞത് കേട്ടതാണ്. വീട്ടിൽ പോകാൻ കഴിയുന്നില്ല, അമ്മയുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല, എന്ത് ചെയ്യും, ഗർഭം ധരിക്കാനും ഗർഭചിത്രത്തിനും പറഞ്ഞത് നിങ്ങളല്ലേ, എന്നിട്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷെ അപ്പോഴും മറുതലക്കിൽ നിൽക്കുന്ന ആളുടെ ഭാഗത്ത് നിന്ന്, അതായത് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു മറുപടി നമ്മൾ പ്രതീക്ഷിച്ചതുമല്ല. ഏതായാലും അതടക്കമുള്ള വിഷയങ്ങൾ ആ ഭാഗത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ഈ അന്വേഷണത്തിൽ നിർണായകമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം SITയെ സംബന്ധിച്ച് നേരിട്ടുള്ള ഒരു പരാതിക്കാരിയാണ്, നേരിട്ട് മൊഴി രേഖപ്പെടുത്താം, നേരിട്ട് അവരുടെ അന്വേഷണത്തിലേക്ക് കടക്കാം. അതിനൊക്കെ അപ്പുറത്തേക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ശേഖരിച്ചു വെച്ചിരിക്കുന്ന തെളിവുകൾ അതൊരു പക്ഷേ സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള മൊഴി ഈ പെൺകുട്ടി തന്നാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ എളുപ്പമാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം യൂണിറ്റിലെ ക്രൈംബ്രാഞ്ച് SP ഷാജിയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവരുടെ പക്കൽ ഇപ്പോൾ തന്നെ ചില തെളിവുകൾ, ഞാൻ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഈ സംസ്ഥാനത്തിന് പുറത്തെ ആശുപത്രിയൊക്കെ കേന്ദ്രീകരിച്ചുള്ള തെളിവുകളുണ്ട്. അപ്പോൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് സ്വാഭാവികമായും തിരിച്ചടിയാകും. ഈ ശബ്ദരേഖ ആരുടെ എന്നൊക്കെയുള്ള ശാസ്ത്രീയ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ആ ശാസ്ത്രീയ പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സ്ഥിരീകരിച്ചാൽ പിന്നീട് രാഹുലിനുള്ള അടുത്ത ചാൻസ് ഇത് കോടതിയിൽ മാത്രമായിരിക്കും. കോടതിയിൽ പോയി അദ്ദേഹത്തിന് ചലഞ്ച് ചെയ്യാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുടർ നടപടികൾ, പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടികളൊക്കെ കടക്കുമോ എന്ന് നമുക്കറിയില്ല. അത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. ലഭിക്കുന്ന തെളിവുകളുടെ സ്വഭാവം അനുസരിച്ചാണ്, ഈ പെൺകുട്ടിയുടെ മൊഴി ശക്തമാകുന്നതനുസരിച്ചാണ് അതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. എന്തായാലും മാസങ്ങളായി നമ്മൾ കേൾക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണ വിവാദത്തിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട, വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മൂവ് ഇപ്പോൾ പോവുകയാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം ഈ പരാതിക്കാർ എന്ന് അന്വേഷണ സംഘത്തിന് സംശയമുള്ള, അതല്ലെങ്കിൽ ഇരകളെന്ന് മാധ്യമങ്ങളടക്കം ഈ സൂചനകൾ നൽകിയിട്ടുള്ള ആളുകളോടൊക്കെ അങ്ങോട്ട് സമീപിച്ച് അന്വേഷണം, അതായത് നിങ്ങൾക്ക് അന്വേഷണത്തോട് സഹകരിക്കാൻ താല്പര്യമുണ്ടോ, നമ്മൾ അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ രീതിയിലുള്ള സമീപനം എടുത്താണ്. പക്ഷെ അപ്പോഴൊന്നും അവർ സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു പെൺകുട്ടി, അതായത് ഇപ്പോൾ നമ്മൾ ഈ പുറത്ത് കേട്ട ശബ്ദരേഖയുടെ ഉടമ അതിജീവിത ഇരയായ പെൺകുട്ടി, ആ പെൺകുട്ടി തന്നെ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്നുള്ളൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ കേസ് അന്വേഷണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാതികൾ പോലെ, ആരോപണങ്ങൾ പോലെ അങ്ങ് അവസാനിച്ചു പോകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അങ്ങനെയല്ല. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ആ പെൺകുട്ടിക്ക് താല്പര്യമുണ്ട്. ആ പെൺകുട്ടി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന്റെ ആദ്യഘട്ടം മുഖ്യമന്ത്രിയെ നേരിൽ സെക്രട്ടേറിയറ്റിലെത്തി നേരിൽ കണ്ട് മുഖ്യമന്ത്രിയുമായി 8 മിനിറ്റിലധികം സമയം കണ്ട് സംസാരിച്ച് അവരുടെ പരാതി ബോധ്യപ്പെടുത്തി. ആ പരാതി എഴുതി നൽകി. അതിനുശേഷം ആ പെൺകുട്ടി മടങ്ങിയിരിക്കുന്നു. ഇനിയുള്ളത് ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവി വഴി ക്രൈംബ്രാഞ്ചിന്, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തിലേക്ക് എത്തും. അതിനുശേഷം തുടർ നടപടികൾ അവർ സ്വീകരിക്കുകയും ചെയ്യും. നമ്മെ സംബന്ധിച്ച ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ്. കോൺഗ്രസിന് ഇതിനോടകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിവാദം ഉണ്ടാക്കിയിട്ടുള്ള തലവേദന ചെറുതല്ല. അത് കോൺഗ്രസിനകത്തും കോൺഗ്രസിന് പുറത്തും പലതരത്തിലുള്ള പ്രശ്നമുണ്ടാകുന്നു. ഇന്ന് രാവിലെയും യൂത്ത് കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആൾ ഒരു പരാതി നൽകുന്നത് നമ്മൾ കണ്ടതാണ്. ആ പരാതി അതടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിനകത്ത് തന്നെ ഈ വിഷയത്തിൽ ഒരു തിരുത്തൽ വേണമെന്നൊക്കെ തരത്തിലേക്കുള്ള സാധനം, ഒരു കാര്യം, ഒരു ആശയം അടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ AICCക്കും പ്രിയങ്ക ഗാന്ധിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സജനാണ് ഇന്ന് പരാതി നൽകിയത്. ഈ വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷൻ നിയോഗിച്ച ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്നും സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന സംശയം ജനങ്ങളിൽ നിന്ന് മാറ്റണമെന്നൊക്കെ സജന ആ പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ആ പരാതി നൽകി മണിക്കൂറുകൾക്കുള്ളിൽ, അത് കോൺഗ്രസിനകത്ത് നിന്ന് അങ്ങനെ ഒരു പരാതി പോയി മണിക്കൂറുകൾക്കുള്ളിൽ ഇരയായിട്ടുള്ള അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയിരിക്കുന്ന നിർണായകമായിട്ടുള്ള ഒരു മണിക്കൂറാണിത്. ഇനി ഇക്കാര്യത്തിൽ തുടരന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് നേതാക്കളുടെ വിശദീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. പൊളിറ്റിക്കലി പലതരത്തിലുള്ള വിശദീകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പാലക്കാട് പതുക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ പറയുന്ന കോൺഗ്രസിന്റെ തന്നെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നൊക്കെയുള്ള ധ്വനികൾ, വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോഴൊക്കെ രാഹുലിന്റെ ഒരു പക്ഷമെന്ന് പറയുന്നത് കോൺഗ്രസിന് വേണ്ടി, അല്ലെ കോൺഗ്രസ് പ്രവർത്തകനായിട്ടല്ല, സസ്പെൻഷനിലായിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ത് ചെയ്യണമോ അത് മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രതിരോധം തീർക്കുന്ന രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൂടുതൽ വിയർക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.